ഹായ് എവരി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് കോഴ്സ് അല്ലേ. ഇപ്പം നിങ്ങൾ വേറെ ക്ലാസ്സസ് വേറെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഇൻട്രൊഡക്ഷൻ ടു ലോജിസ്റ്റിക്സ്, വെയർ ഹൗസ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ലേ ഔട്ട്, അതിൽ വരുന്ന പല ആസ്പെക്ട്സ് ഒക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ടുഡേ ഞാൻ ഇന്ന് വേറൊരു മൊഡ്യൂൾ ഇതിൽ തന്നെ വരുന്ന നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്യണം. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നേരത്തെ പറഞ്ഞു ഇതെല്ലാം ഏറെക്കുറെ കണക്റ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ ഒരു മേ ബി ഫെമിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ഫെമിലിയർ ആയിരിക്കാം. നമ്മുടെ വെയർ ഹൗസസ് അഥവാ ഇനിയിപ്പോൾ പല ടൈപ്സ് ഓഫ് വെയർ ഹൗസ് പഠിച്ചല്ലേ നിങ്ങൾ. ഫിനിഷ്ഡ് ഗുഡ്സ് ഇരിക്കുന്നതുണ്ട്, അതല്ല റോ മെറ്റീരിയൽസ് ഇരിക്കുന്ന ടൈപ്സ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഇൻവെൻട്രി വരുന്ന ഇൻവെൻട്രീനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇൻവെൻട്രി എന്താണെന്നായിരിക്കും അറിയാത്തവർക്കെങ്കിലും ചില ഡൗട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ സിമ്പിൾ വേർഡ്സിൽ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ ഗുഡ്സ്, നമ്മുടെ സദാ വരുന്ന ഏത് തരത്തിലുള്ള ഗുഡ്സിനെ നമുക്ക് ഇൻവെൻട്രി എന്ന് വിളിക്കാം, ഫ്രൈറ്റ് എന്ന് വിളിക്കാം, കമോഡിറ്റി ഗുഡ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ സിനോണിമസിലി അഥവാ ഇൻ്റർചേഞ്ചബിളി നമ്മൾ വിളിക്കുന്ന പല ടേംസ് ആണ് കേട്ടോ ഇൻവെൻട്രീനെ. അപ്പോൾ ഇൻവെൻട്രിയും അസറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം. അസറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താ അസറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊസസ് ചെയ്യുന്ന എന്തോ ആണ്. ഇൻവെൻട്രി നമ്മൾ പൊസസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മളുടെ ഒപ്പം അത് ദീർഘനാളത്തേക്ക് നമ്മൾ വെക്കുന്നില്ല. അതേപോലെ അതിൽ നിന്നൊരു റവന്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. ഏത് ഇൻവെൻട്രിയിൽ നിന്നല്ലേ. നമ്മളിപ്പോൾ പല ഗുഡ്സും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ നിങ്ങളുടെ അസറ്റോ അഥവാ സ്വത്ത് പോലെ നിങ്ങളുടെ കൈവശം വെക്കുന്നില്ല, കൈവശാവകാശം നിങ്ങളത് ചെയ്യുന്നില്ല. റൈറ്റ്, എപ്പോഴെങ്കിലും ഇപ്പോൾ നമുക്കൊരു ആവശ്യം വന്നാൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു അസറ്റ് വിൽക്കുകയോ പണയം വെക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. പലപ്പോഴും ലാൻഡ്, ഗോൾഡ്, ഇവൻ നിങ്ങളുടെ ഗാഡ്ജറ്റ്സ്, അങ്ങനത്തെ പല ആവശ്യങ്ങളെല്ലാം നിങ്ങളുടെ അസറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുക. എപ്പോഴെങ്കിലും ഒരു എമർജൻസി വന്നാൽ മാത്രമേ നമ്മളത് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ. ആ കേസല്ല ആക്ച്വലി ഇൻവെൻട്രി പ്ലേ ചെയ്യുന്നത്. ഇൻവെൻട്രി എന്ന് പറയുന്നത് അതിങ്ങനെ റുട്ടീൻ ബേസിൽ നമ്മളതിനെ പ്രൊഡ്യൂസ് ചെയ്യും. എഗെയിൻ അതിനെ കമേഴ്ഷ്യൽ ആസ്പെക്റ്റോടുകൂടിയാണ് കാണേണ്ടത്. എന്താ, നമ്മൾ അതിനെ സെല്ല് ചെയ്യുന്നു, അതിൽ നിന്നൊരു റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഇൻവെൻട്രി. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ന്യൂസ് പേപ്പർ ബോയ്, അദ്ദേഹത്തിൻ്റെ ബൈസൈക്കിളിൽ ഒരു ന്യൂസ് പേപ്പർ അല്ലേ, ന്യൂസ് പേപ്പേഴ്സ് പല സ്ഥലത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യൂസ് പേപ്പേഴ്സാണ്. കാര്യം അത് സെയിൽ ചെയ്യുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന് റവന്യൂ അഥവാ വരുമാനം കിട്ടുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ മോട്ടോർ ബൈസിക്കിൾ അഥവാ സ്കൂട്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അസറ്റാണ്, അദ്ദേഹം കൈവശം വെക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അതാണ് ആക്ച്വലി ഇൻവെൻട്രിയും അസറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി നമുക്ക് അതിൻ്റെ പല ടൈപ്സ്, അതേപോലെ പല ഫങ്ഷൻസ് വെച്ചിട്ടൊക്കെ നമുക്ക് അതിൻ്റെ ക്ലാസിഫൈ ചെയ്യാം. അപ്പം ടു ബിഗിൻ വിത്ത് ഇതിൽ ഏറ്റവും നിങ്ങൾ ഫെമിലിയർ ആയിട്ട് ഉണ്ടാവുന്ന പല ടേംസ് ആയിരിക്കും ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരു ഇൻവെൻട്രിയെ തന്നെ നമുക്ക് 3 രീതിയിൽ അതിനെ കണക്കാക്കാം. ദറ്റ് ഈസ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് പോലെ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയും. ഓക്കെ, അതിൽ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ആസിറ്റീസ് അത് ആയിത്തീരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനും നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയും അല്ലേ. നമ്മൾ റോ മാംഗോ, റോ സ്ട്രോക്ക് എന്ന് നമ്മൾ വൈക്കോൽ അങ്ങനെയൊക്കെ റോ എന്ന് അങ്ങനെയും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ ആ ഒരു ടേം. പക്ഷേ ഈ ഒരു ആസ്പെക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് ആസിറ്റീസ് ആയി തീരാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ആസ്പെക്ട്സിനും നമ്മൾ റോ മെറ്റീരിയൽ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടേബിൾ പണിയാന്നുണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രെഡിൻ്റെ കേസ് എടുക്കാം, ഒരു കേക്ക് അല്ലേ, ഒരു ബ്രെഡോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന ഏതൊരു ഐറ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും അല്ലേ. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം ഫ്ലോർ, ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ഇത്ര കപ്പ്, എഗ്, ഷുഗർ, മിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല പല ഇൻഗ്രീഡിയൻസിനെയാണ് ആക്ച്വലി നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അത് പച്ചയ്ക്ക് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല അല്ലേ. അത് ചില സർട്ടൻ പ്രോസസ്സിലൂടെ കടത്തി വിട്ടാൽ മാത്രമാണ് നമ്മൾക്ക് ആ പ്രൊഡക്റ്റ് അഥവാ ബ്രെഡ് ആസിറ്റീസ് ആയി തീരുന്നത്. അപ്പോൾ അങ്ങനെ പല എല്ലാ വസ്തുക്കളെ നമുക്ക് റോ മെറ്റീരിയൽസ് എന്ന് വിളിക്കാം. ഇനി അത് കഴിഞ്ഞ് ഇത് അടുത്തൊരു സ്റ്റേജിലോട്ട് പോകും. അതിനാണ് ആക്ച്വലി നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അഥവാ സെമി ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം പല ബാറ്റേഴ്സ് അല്ലേ, നമ്മളിപ്പോൾ പൊങ്ങാനൊക്കെ വെക്കും. റൈറ്റ്, ഇപ്പോൾ ഈ ബാറ്റർ ആണെങ്കിലും ഉടനെ പോയി നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നില്ല. അതിനെ ഇത്തിരി റെസ്റ്റ് ചെയ്ത് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ അഥവാ ചപ്പാത്തിയുടെ മാവൊക്കെ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോഫ് അല്ലേ മേക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കും, ഒരു റെസ്റ്റിംഗ് ടൈം എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇനി ടേബിളിലെ കേസ് എടുത്തോ, നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ സൈസിൽ ഇത്ര ഇഞ്ചിൽ ഇത്ര വീതിയിലൊക്കെ ഇത് മുറിച്ച് അസംബിൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജിന് നമുക്ക് എന്താ വർക്ക് ഇൻ പ്രോഗ്രസ് അഥവാ സെമി ഫിനിഷ്ഡ് എന്ന് പറയും. ഇപ്പോൾ ഈ WIP നിങ്ങൾ പല റോഡ് കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ആ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. മെൻ നെറ്റ്വർക്ക് അഥവാ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വെച്ചാൽ
ഫസ്റ്റ് സ്റ്റേജും അല്ല, എന്നാൽ ലാസ്റ്റ് സ്റ്റേജും അല്ല, എന്നാൽ ഇൻ്റർമീഡിയറ്ററി അഥവാ മിഡിൽ സ്റ്റേജിലാണ് അത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു പ്യൂപ്പ അല്ലെ, ലാർവ, അതിൻ്റെയൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ സൈക്കിൾ നോക്കിയാൽ, ബട്ടർഫ്ലൈയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സൈക്കിൾ നോക്കിയാൽ നമുക്കറിയാം ഓരോരോ ഘട്ടങ്ങളുണ്ടല്ലേ. സിമിലർ ഒരു കുഞ്ഞു വാവ, തന്നെ ഒരു ടോട്ട്ലർ, പിന്നെ ഒരു എന്താ പറയുക യൂത്ത്, അഡോളസൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ. പിന്നെ മിഡിൽ ഏജ്, അങ്ങനെ പോകുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഇൻവെൻട്രീസിൻ്റെ കടന്നുപോക്കും. അപ്പം അതിൽ മിഡിൽ സ്റ്റേജാണ് ആക്ച്വലി വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഫൈനൽ സ്റ്റേജ്, ദാറ്റ് ഈസ് ദ ഫിനിഷ്ഡ് ഗുഡ് ഓർ ദി ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ കേസ് തന്നെ എടുക്കാം. നമ്മൾ അതിനെ മിക്സ് ചെയ്തു, റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ബേക്കിംഗ് ട്രേയിലാക്കി ബേക്ക് ചെയ്തെടുക്കും അല്ലേ. സേ ഫോർ ഇത്ര ടെമ്പറേച്ചറിൽ ഇത്ര മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ബേക്ക് ചെയ്ത് മാറ്റുമ്പോൾ വി ഹാവ് ഗോട്ട് ദി ഫൈനൽ പ്രൊഡക്റ്റ്. അതിനെ നമ്മൾ എഗെയിൻ അതിനെ പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെയിലോട്ട് എത്തിക്കുന്ന ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെ, ബ്രെഡ് നമ്മുടെ കയ്യിൽ ആ ഇൻഡിവിജ്വൽ പാക്കറ്റായിട്ട് കിട്ടുന്ന ആ ബ്രെഡാണ് ആക്ച്വലി നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഫെമിലിയർ ആയിരിക്കും അല്ലേ. ഇനി ബേസ്ഡ് ഓൺ ചില ഫങ്ഷൻസ് അനുസരിച്ച് വേറെ കുറച്ച് ഇൻവെൻട്രിയും കൂടി ഉണ്ട്. നമ്മുടെ ഇപ്പോൾ മെയിനാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാൻ പോകുന്നൊരു ABC അനാലിസിസ്, അതുപോലെ ബഫർ സ്റ്റോക്ക്, MRO എന്നൊക്കെ പറയുന്നത്. ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞ ബഫർ സ്റ്റോക്കൊക്കെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷൻ വരുന്ന കുറച്ച് ഇൻവെൻട്രിയാണ്. ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ അത് കൂടെ ഒന്ന് പറയുവാണേ. അപ്പോൾ നമുക്ക് സൈക്കിൾ ഇൻവെൻട്രി ഉണ്ട്. സൈക്കിൾ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും മിനിമം പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ട് നമ്മൾ എന്താ പറയുക കയ്യിൽ സ്റ്റോർ ചെയ്യുന്ന മിനിമം ഇൻവെൻട്രീസാണ് ആക്ച്വലി സൈക്കിൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളൊരു കമ്പനി, ഫോർ എക്സാമ്പിൾ മോഡേൺ ബ്രെഡ് അല്ലേ, മോഡേൺ ബ്രെഡിൻ്റെ ഒരു കമ്പനി എടുത്തോ നമുക്ക്. ഡെയിലി പ്രൊഡക്ഷനാണ് അവർ നടത്തുന്നത്. അവർക്കൊരു ഹോൾട്ട്, അത് അവർ സ്റ്റോപ്പേജ് ഇല്ല, ഓരോ ഘട്ടമായിട്ട് അവരിങ്ങനെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർ അടുത്ത നാളത്തേക്കെന്നുള്ള പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പോയി ഫ്ലോർ വാങ്ങി വെക്കുക അങ്ങനെയൊന്നും അല്ല അല്ലേ. അവർക്ക് ഓൾറെഡി അവരുടെ കയ്യിൽ നാളത്തെ പ്രൊഡക്ഷൻ ഇനിയിപ്പോൾ പെട്ടെന്നൊന്ന് കൂടിയാലും കുറഞ്ഞാലും മിനിമം അവർ ക്വാണ്ടിറ്റി കയ്യിൽ വെക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഇൻവെൻട്രി അഥവാ റോ മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് സൈക്കിൾ ഇൻവെൻട്രി. ഓരോ ഘട്ടത്തിലും നമുക്ക് എത്രത്തോളം, അത് നമ്മൾ പല പ്രഡിക്ഷൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കാം നമ്മളത് കരുതുന്നത്. നമ്മുടെ കയ്യിൽ വെക്കുന്ന ഇന്ന പ്രൊഡക്ഷൻസിന് വേണ്ടി വെക്കുന്ന റോ മെറ്റീരിയൽസ് ആണ് ആക്ച്വലി നമ്മളുടെ സൈക്കിൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇനി നേരത്തെ ഞാനൊരു പേര് പറഞ്ഞല്ലേ, ബഫർ സ്റ്റോക്ക് എന്ന്. ബഫർ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ പേരിൽ നമുക്ക് വേറെ ടേമായിട്ടും അതിനെ പറയാം, ദാറ്റ് ഈസ് സേഫ്റ്റി സ്റ്റോക്ക്. വേറെ ഒന്നുമല്ല, നമുക്ക് ഭാവിയിൽ പെട്ടെന്നൊരു ഹൈക്ക് ഇൻ ഡിമാൻഡ് വന്നു. ഇപ്പം എപ്പോഴെങ്കിലും ഒരു കലാമിറ്റിയോ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രൈക്കോ കാര്യങ്ങളൊക്കെ കൊണ്ട് കിട്ടേണ്ട സാധനം നമ്മൾക്ക് കിട്ടിയില്ല. ആ ഒരു റീറ്റെയിലർക്ക് അഥവാ ആ ഒരു സെല്ലർക്ക് അത് കയ്യിൽ കിട്ടിയിട്ടില്ല പ്രൊഡക്റ്റ്. അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അദ്ദേഹം എടുക്കുന്ന എല്ലാ കമ്മോഡിറ്റീസും സെയിൽ ചെയ്യാൻ നോക്കൂല, എല്ലാ ഇൻവെൻട്രീസ് അദ്ദേഹം സെയിൽ ചെയ്യാൻ നോക്കൂല. കുറച്ച് പോർഷൻസ് എങ്കിലും അദ്ദേഹം സേഫ്റ്റി സ്റ്റോക്ക് അഥവാ ബഫർ സ്റ്റോക്ക് എന്നുള്ള കാറ്റഗറിയിൽ മാറ്റിവെക്കും. ഇപ്പോൾ നമ്മൾ ചില സ്റ്റോഴ്സിലൊക്കെ ചെന്നാൽ ചിലർ പറയും നോക്കട്ടെ വേറെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അകത്ത് പോയി എടുത്തിട്ടൊക്കെ വരും അല്ലേ. ദാറ്റ് ഈസ് സേഫ്റ്റി സ്റ്റോക്ക്. ഇപ്പോൾ നമ്മൾ വീടുകളിലാണെങ്കിലും അല്ലേ, നാളേക്ക് അല്ലെങ്കിൽ ഇന്നത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്, എല്ലാം കൂടെ എടുത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു കരുതലിൽ മാറ്റി വെക്കുന്ന സ്റ്റോക്കിനെയാണ് ആക്ച്വലി നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഇങ്ങനത്തെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സഹായിക്കും, റൈറ്റ്. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഒരു കഞ്ചഷൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് അഥവാ കഞ്ചഷൻ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല, കഞ്ചഷനിൽ തന്നെ ഒരു പേരെന്താ നമുക്കറിയാലോ, ഒരു തിരക്ക് അഥവാ തിക്ക് അല്ലേ, ഭയങ്കര ഒരു കഞ്ചഷൻ എന്ന് പറയുമ്പോൾ ഒരു ജാം വരുന്നുണ്ട്. ദറ്റ് ഈസ് ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ പല ടൈപ്സ് ഓഫ് ഇൻവെൻട്രി ഉണ്ടാകുമ്പോൾ അല്ലേ, ആ പർട്ടിക്കുലർ മെയിൻ ആ ഒരു ഇൻവെൻട്രിക്ക് ഒന്ന് വെച്ചിട്ട് തന്നെ പല രീതിയിലെല്ലാം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇൻവെൻട്രിക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലെങ്കിൽ ആ ഒരു കഞ്ചഷൻ വരും. ദറ്റ് ഈസ് കഞ്ചഷൻ ഇൻവെൻട്രി. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൽ ബ്രെഡ് ആൻഡ് കേക്ക്സ് അങ്ങനെ ബേക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസിക്കായിട്ട് അവർക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, ദാറ്റ് ഈസ് മൈദ ഓർ ദ ഹോൾ പർപ്പസ് ഫ്ലോർ, പിന്നെ മുട്ട, അഗെയിൻ പാല്, പഞ്ചസാര, അങ്ങനത്തെ പല ഐറ്റംസ് വേണ്ടി വരും. സെയിം ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കാം പല പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. ദാറ്റ് ഈസ് കഞ്ചഷൻ ഇൻവെൻട്രി. സോ അടുത്തൊരു ഇൻവെൻട്രി എന്ന് പറയുന്നത് ഡീകപ്ലിംഗ് ഇൻവെൻട്രി ആണ്. ഓക്കെ, ഡീകപ്ലിംഗ് ഇൻവെൻട്രിയും നമ്മുടെ നേരത്തെ പറഞ്ഞു നിർത്തിയ ബഫർ സ്റ്റോക്കും തമ്മിൽ ചെറിയൊരു സാമ്യതയുണ്ട്, ബട്ട് അതൊന്ന് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി എന്ന് പറയാം. ഇപ്പോൾ ഞാൻ ബഫർ സ്റ്റോക്ക് പറഞ്ഞല്ലേ, നമ്മൾ കടകളിൽ ചെന്നൊരു സാധനം ആവശ്യപ്പെട്ടാൽ അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് നോക്കട്ടെ എന്ന് പറഞ്ഞു പോയിട്ട് ചിലപ്പോൾ മാറ്റിവെച്ച അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ട ഒരു സ്റ്റോക്ക് എടുത്തുകൊണ്ട് തരും. അല്ല ഈ പറഞ്ഞ പോലെ ഭാവിയിലൊരു പെട്ടെന്നൊരു ഡിമാൻഡ് വന്നാലോ, പർട്ടിക്കുലർലി നമ്മുടെ ഫുഡ് വെയേഴ്സിൻ്റെ കേസുകളുണ്ടാവും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സൈസ് ഇല്ല അല്ലെങ്കിൽ സെയിം
എല്ലാ സൈസസും അവരവിടെ എക്സിബിഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഫ്രണ്ടിൽ ഷോ പീസായിട്ട് വെക്കില്ല. ഇത് മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല സൈസസ് തന്നെ അവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇതായിരിക്കാം കൂടുതലും റണ്ണാവുന്നതാണെന്നും പറഞ്ഞ് അവർ കുറച്ചൊക്കെ മാറ്റി വെക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ സംഭവമാണ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ കസ്റ്റമറിൻ്റെ ഡിമാൻഡിന് മീറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് അസൈഡ് അഥവാ മാറ്റി വെക്കപ്പെടുന്ന ഇൻവെൻട്രിയാണ് ആക്ച്വലി ബഫർ ഇൻവെൻട്രി. അതൊരു എക്സ്റ്റേണൽ എലിമെൻ്റ് ആണ്. അതേസമയം ഡീകപ്ലിംഗ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ എലിമെൻ്റ് ആണ് അതവിടെ നടക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഘട്ടത്തിലും മാറ്റിവെക്കപ്പെടുന്ന ഇൻവെൻട്രി, നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ഇൻവെൻട്രിയുടെ കേസ് പറഞ്ഞില്ല, സൈക്കിൾ ഇൻവെൻട്രി മിനിമം നമ്മൾ കീപ്പ് ചെയ്യുന്ന സെയിം പോലെ തന്നെ ഉള്ളൊരു ബഫർ സ്റ്റോക്ക് പോലെ നമ്മൾ എഗെയിൻ ഇൻറ്റേർണലി നമ്മൾ ഓരോ ഘട്ടത്തിലും വേണ്ടി ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരു രീതിയിലും സ്റ്റോപ്പ് ആവരുത്, അഥവാ എന്താ പറയുക ക്വാണ്ടിറ്റി മിനിമം റിക്വയർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ആവരുത് എന്നുള്ള രീതിയിൽ മാറ്റിവെക്കപ്പെടുന്ന ഇൻവെൻട്രിയാണ് ആക്ച്വലി ഡീകപ്ലിംഗ് ഇൻവെൻട്രി. ഓക്കെ, പിന്നെ പറയാൻ പറ്റുന്നത് നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ഇൻവെൻട്രിയെ പറ്റിയാണ്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് നമ്മുടെ ഓരോ സീസണൽ ഐറ്റംസിൽ ഓരോ സീസണൽ ഡിമാൻഡ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ കരുതി വെക്കുന്ന ഗുഡ്സ്, ദറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്ററി ഇൻവെൻട്രി. ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കല്ലേ ഇത് പോകും ആ ഒരു വിശ്വാസം, ഒരു ആൻറ്റിസിപ്പേഷനിൽ നമ്മൾ കരുതി വെക്കുന്ന ഇൻവെൻട്രി. ഇപ്പം നമുക്കറിയാം ഹാലോവീൻ ഫെസ്റ്റുകൾ നടക്കും അല്ലേ, ആ ഒരു ഡെവിൾ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിനൊക്കെ ആയിട്ട് കണക്കാക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽസ് അല്ലേ നമ്മൾ ഇവിടെ ആയാലും പുറത്തൊക്കെ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കൂടുതലും പംകിൻ വെച്ചിട്ട് ഒരു ഹാലോവീൻ അല്ല എന്താ പറയുക ഒരു കണ്ണ് ക്രൈവ് ചെയ്തെടുക്കുക, അതേപോലെ നമ്മുടെ പല്ല് അങ്ങനത്തെ ഒരു ഡബിൾ ഷേപ്സിൽ അതിനെ ആ ഒരു പംകിനെ നമ്മളിങ്ങനെ ക്രൈവ് ചെയ്തല്ലേ എടുക്കുന്നുണ്ട്. സിമിലർലി നമ്മുടെ ഓണമാകുമ്പോൾ നമുക്ക് പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ, സിമിലർലി നമ്മളുടെ പടക്കങ്ങൾ വിഷുവൊക്കെ വരുമ്പോൾ, അപ്പോൾ അതൊക്കെ ആക്ച്വലി ആ ഒരു സീസൺ പ്രമാണിച്ച് അത് വിറ്റ് പോകും എന്നും പറഞ്ഞ് നമ്മളൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കണക്കാക്കുന്ന ഇൻവെൻട്രിയാണ് ആക്ച്വലി ആൻറ്റിസിപ്പേറ്ററി അഥവാ ആൻറ്റിസിപ്പേഷൻ ഇൻവെൻട്രി എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മളുടെ പൈപ്പ് ലൈൻ ഇൻവെൻട്രി. പൈപ്പ് ലൈൻ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ്, എന്തോ ഒരു സംഭവങ്ങൾ വെദർ ഇറ്റ് ഈസ് ലിക്വിഡ് ഓർ ഗ്യാസസ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യങ്ങൾ നമുക്ക് ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. സിമിലർലി ആ ഒരു ട്രാൻസിറ്റ് പീരീഡിൽ നടക്കുന്ന എല്ലാ ഇൻവെൻട്രീനെയും നമുക്ക് പൈപ്പ് ലൈൻ ഇൻവെൻട്രി എന്ന് പറയാം. ഒന്നുമില്ല, നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അത് അടുത്ത ഏരിയയിലോട്ട് അതിനെ മൂവ് ചെയ്യുവാണ്. ആ കാലയളവിൽ ആ ഒരു ട്രാൻസിറ്റ് അഥവാ ട്രാൻസ്പോർട്ടേഷൻ ടൈമില്ലേ അതിൻ്റെ ഇടയിൽ വിളിക്കുക, അത് ഇൻവെൻട്രി തന്നെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നത്. ആ മൂവ് ചെയ്യുന്ന ഇൻവെൻട്രീനെയാണ് ആക്ച്വലി നമ്മൾ പൈപ്പ് ലൈൻ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയുന്ന പല ഇൻവെൻട്രീസ്.